തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെയും മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും വീട്ടിലെത്തി കുടുംബങ്ങളെ മന്ത്രിമാർ കണ്ടു. കുടുംബത്തിന്റെ പരാതികൾ മന്ത്രിമാർ വിശദമായി കേട്ടു. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീജിത്ത് കെ ജെ ചേരുന്നു. ശ്രീജിത്ത്, എന്തായാലും മന്ത്രിമാർ ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായ വീടുകളിലെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇവരുടെ പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ നടപടികളാവും ഇനി എടുക്കുക? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ 10 ദിവസം മുൻപായിരുന്നു ഈ വള്ളം മറിഞ്ഞ് 3-ലധികം മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. ആ 2 തൊഴിലാളികളുടെ വീട്ടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തിയത്. ആദ്യം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായിരിക്കുന്ന ജോണിൻ്റെ വീട്ടിലാണ് ആദ്യ സന്ദർശനം നടത്തിയത്. ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ ഫിഷറീസ് മന്ത്രിയും കോവളം MLA അടക്കമുള്ളവർ സന്ദർശനം നടത്തി. ആ കുടുംബത്തിന് വലിയ പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം ഈ ജോണിനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, ഏകോപനത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു, കൃത്യമായ സംവിധാനങ്ങൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്നില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഈ കുടുംബവും അതോടൊപ്പം തന്നെ ജോണിൻ്റെ മകളുമെല്ലാം ആരോപിച്ചിരുന്നു. അങ്ങനെ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് ആഭ്യന്തരമന്ത്രി ആദ്യം ജോണിൻ്റെ വീട് സന്ദർശിക്കുകയും ആ കുടുംബത്തിൻ്റെ പരാതികളും അതോടൊപ്പം തന്നെ സങ്കടവും ചോദിച്ചറിഞ്ഞ് അവർക്ക് കൃത്യമായ സാന്ത്വനം നൽകുന്ന ഒരു സന്ദർശനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പല ഉറപ്പുകളും നൽകിയിട്ടുണ്ട്. കാരണം തുടക്കത്തെ വീഴ്ചയിൽ നിന്നും ഇനി മുന്നോട്ട് സർക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അത്യാധുനിക ഈ കടലിൽ നിന്നും ജോണിനെ കണ്ടെത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ആ സ്ഥലത്തെത്തിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഫിഷറീസ് മന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് മുതലപ്പുഴയിലെത്തി ജിതിൻ്റെ വീട് സന്ദർശിച്ചിരിക്കുന്നത്. മുതലപ്പുഴയിൽ കടലിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് കാലങ്ങളായി തന്നെ മുതലപ്പുഴയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിയാനും കണ്ട് മനസ്സിലാക്കാനുമെല്ലാം രമേശ് ചെന്നിത്തല സമയം ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ ഈ 2 കുടുംബങ്ങൾക്കും ഉറപ്പ് നൽകി സർക്കാർ കൂടെ ഉണ്ടാകും. വരും ദിവസങ്ങളിലും കൃത്യമായി തന്നെ വീഴ്ചയില്ലാതെ ഏകോപനത്തോടുകൂടി തന്നെ ഈ സംവിധാനങ്ങളെ ചലിപ്പിച്ച് ഈ 2 പേരെയും കണ്ടെത്താൻ കഴിയുമെന്നൊരു ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയാണ് ഈ മന്ത്രിമാരടങ്ങുന്ന സംഘം തിരിച്ചു പോയിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും ഈ കുടുംബങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെയും മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും വീട്ടിലും എത്തി കുടുംബങ്ങളെ മന്ത്രിമാർ കണ്ടിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതികളും മന്ത്രിമാർ വിശദമായി കേട്ടു. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് കെ ജെ ആണ്.